ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്ത്രീകൾക്കും അതുപോലെ തന്നെ നമ്മുടെ അമ്മമാർക്കും കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികൾക്കും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു തിരക്കുള്ള ജീവിത സാഹചര്യത്തിൽ ഇതിലേതെങ്കിലും ടിപ്സൊക്കെ നമ്മൾ സ്ത്രീകൾക്ക് യൂസ്ഫുൾ ആകും. സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലത്തെ ഹെയർ ആക്സസറീസ് ഒക്കെ ഒരുപാട് ഇപ്പം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓൺലൈനായിട്ടും ഒക്കെ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. എങ്കിൽ ഇതുപോലത്തെ ഈ ബുഷുകളില്ലേ, ഇതൊക്കെയാണ് കൂടുതലും കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിട്ടും ഇപ്പം നമുക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാനും ഒക്കെ നല്ലത് ഇതാണല്ലേ. അപ്പം ഇതിങ്ങനെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ അതിൻ്റെ ആ ഒരു ഇലാസ്റ്റിസിറ്റി പോയിട്ടിങ്ങനെ വലിഞ്ഞ പോലെ ആയി കിട്ടും. അപ്പം അത് മാറാനായിട്ട്, അതായത് നമ്മൾ വാങ്ങിച്ച രീതിയിൽ നല്ല തിക്കായിട്ട് നല്ല കട്ടിയുള്ള രീതിയിൽ കിട്ടാനായിട്ട് ഇതുപോലെ നമ്മൾ ഈ ബുഷസുകൾ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 5 മിനിറ്റ് അവിടെ നമ്മളൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം അതിലെന്തെങ്കിലും ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട് അതും പോയി കിട്ടും. പിന്നെ അതേ നമ്മുടെ ബുഷ് പഴയ രീതിയിലായി കിട്ടുകയും ചെയ്യും. ആ വലിഞ്ഞിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസി മാറിയിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള അതേ രീതിയിൽ തന്നെ ആയി കിട്ടുകയും ചെയ്യും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മളോ നമ്മുടെ മക്കളോ ഒക്കെ ഇതുപോലത്തെ ക്രോപ്പ് ടോപ്പൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അപ്പോൾ അത് അല്പം ലൂസായിട്ട് കിടന്നാൽ കാണാനൊരു ഭംഗിയില്ലല്ലേ. അപ്പോൾ അത് നല്ല ഷേപ്പാക്കി എടുക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ടിപ്പാണ്. ഒരു ചെറിയ വള എടുക്കുക, എന്നിട്ട് ഏകദേശം ആ ഡ്രസ്സിൻ്റെ കളറിലുള്ള ബുഷ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഇതുപോലൊരു ബുഷ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ വേറെ ഏതിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. ഞാനിപ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ച് കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സ്റ്റൈലിഷ് ലുക്കും ആയിരിക്കും നമ്മുടെ ടോപ്പിന് കിട്ടുക. ഇപ്പോൾ ഞാനിത് ഫ്രണ്ടിൽ ഇങ്ങനെ ചെയ്ത് കാണിച്ചെന്നേ ഉള്ളൂ. ഈ വള നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ ലെഫ്റ്റോ റൈറ്റോ സൈഡിൽ നമുക്കിതുപോലെ ചെയ്യാം. അപ്പോഴും നല്ലൊരു ലുക്കായിരിക്കും. ജീൻസിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ വെയർ ചെയ്താൽ അടിപൊളിയായിരിക്കും. ഇനി നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ബ്രേസ്ലെറ്റോ വാച്ചോ ഒക്കെ നമ്മളിങ്ങനെ ആരുടെയും സഹായം ഇല്ലാതെ ഇടാനായിട്ട് ചിലപ്പോൾ അല്പം ബുദ്ധിമുട്ടായിരിക്കും. കയ്യിൽ നിന്ന് ഊർന്ന് വേഗം ഇങ്ങനെ പോകും. പ്രത്യേകിച്ച് രാവിലെ തിരക്കുള്ള സമയത്ത് ഇടാനായിട്ട് നോക്കിയാൽ നമുക്ക് പാടാണ്. അപ്പോൾ അത് എന്താ ചെയ്യുക, ഇതുപോലൊരു സെല്ലോ ടേപ്പ് എടുത്ത് നമ്മൾ ഈ ബ്രേസ്ലെറ്റിലോ വാച്ചിലോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇതുപോലെ അതിൻ്റെ കൊളുത്തിടാൻ ശ്രമിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇടാനായിട്ട് പറ്റും. ആ ഒരു ബ്രേസ്ലെറ്റും വാച്ചും ഒന്നും നമ്മുടെ കയ്യിൽ നിന്ന് ഊർന്ന് താഴെ പോവില്ല. അതാണ് അതിൻ്റെ ഒരു ഗുണം. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. നമുക്ക് പെട്ടെന്ന് 2 മിനിറ്റ് കൊണ്ട് നമുക്കിതുപോലെ ഇടാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ അടുത്ത നമുക്കൊരു സാരി ഹാക്ക് നോക്കിയാലോ. വളരെ എളുപ്പത്തിൽ കട്ടി കൂടിയ ഇതുപോലത്തെ സാരികളൊക്കെ നമുക്ക് എങ്ങനെ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം അതിനായിട്ട് അതിൻ്റെ മുന്താണി പഴയ കാലത്തൊക്കെ ആണെങ്കിൽ വീതിക്കാണ് എടുക്കുന്നത്. ഇപ്പോൾ ആണെങ്കിൽ കുറച്ച് തിന്നായിട്ട് നല്ല അതായത് ചെറുതായിട്ടാണല്ലോ മടക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഉൾവശം നമ്മുടെ നേരെ ആക്കിയിട്ട്, അതായത് ആ ഡിസൈൻ വരുന്നത് പുറകിലോട്ട് അങ്ങനെ ആക്കിയിട്ട് എടുക്കണം. ശേഷം നമ്മുടെ കൈയളവിൽ ഇതുപോലെ ആദ്യം ഒരു വീതിക്ക് അങ്ങ് എടുക്കുക. പിന്നെ നമ്മൾ അടുത്ത ലെയർ തുടങ്ങി എടുക്കുന്നത്, അതായത് ആദ്യം എടുത്തതിൻ്റെ 1/4 ഭാഗം വരെ മാത്രം അങ്ങനെ മാത്രമേ ആക്കി എടുക്കാവുള്ളൂ. ഇങ്ങനെ നമ്മൾ മുന്താണി ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ തിന്നായിട്ട് നല്ല ഭംഗിയിൽ ഉടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം നമ്മുടെ കൈയളവിനെടുത്തു, പിന്നീട് വരുന്ന എല്ലാ ലെയറും അതിൻ്റെ 1/4 ഭാഗം വരെ മാത്രം അങ്ങനെ ആക്കി എടുക്കുകയാണെങ്കിൽ വളരെ ചെറുതായിട്ട് നമുക്ക് കിട്ടും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കാണാനും നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ വീതിക്ക് എടുക്കുന്നതിലും കുറച്ച് ലെയറുകൾ കൂടുതൽ നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് എടുക്കുമ്പോൾ കിട്ടുകയും ചെയ്യും. അപ്പോൾ ചെറുതായിട്ട് എടുക്കുമ്പോൾ കൂടുതൽ ലെയർ കിട്ടുന്നതല്ലേ ഭംഗി. ഇങ്ങനെ അടുക്കി എടുത്തിട്ട് നമുക്ക് പിൻ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ജോലിക്കൊക്കെ പോകുന്നവർക്കാണെങ്കിൽ തലേദിവസം വൈകിട്ട് ഇതുപോലെ അങ്ങ് ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ ഉടുക്കാൻ വളരെ എളുപ്പമാണ്. എത്ര കട്ടിയുള്ള സാരിയും നല്ലപോലെ ഒഴുകി കിടക്കുന്ന ഏത് ടൈപ്പ് സാരി ആണെങ്കിലും കേട്ടോ. പിന്നെ നമ്മൾ ഇതുപോലെ നന്നായിട്ടിത് നല്ല ഫിക്സ് ആയിട്ടിരിക്കണമെങ്കിൽ പിൻ ചെയ്ത് വെക്കുന്നതിന് കൂടാതെ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലത്തെ ഹെയർ സ്ട്രൈറ്റ്നർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അയൺ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇത് വെച്ചിട്ട് നമുക്ക് 2 പ്രാവശ്യം ഇങ്ങനെയൊന്ന് ചെയ്താൽ മതി. നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഈ മുന്താണി ഇരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ സ്ട്രൈറ്റ്നർ വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിക്ക് നന്നായിട്ട് നമ്മളത് ഫോൾഡ് ചെയ്ത് വെച്ചത് ഒട്ടും തന്നെ ചുളുക്കം വീഴാതെ, അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമൊന്നും വരാതെ നന്നായിട്ടിരുന്നോളും. അപ്പോൾ തലേദിവസമായിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ ജോലിക്ക് പോകുന്നവർക്കും അതുപോലെ എന്തെങ്കിലും ഒരു പാർട്ടിക്കൊക്കെ നമ്മളിപ്പോൾ രാവിലെ പോകണമെങ്കിൽ അങ്ങനെ ചെയ്ത് വെച്ചാൽ മതി. തലേദിവസം ഇതുപോലെ ചെയ്ത് വെച്ചിട്ട് നമ്മളൊരു പിൻ ചെയ്തങ്ങ് വെച്ചാൽ മാത്രം മതി. അപ്പം സാരി ട്രാപ്പിംഗ് എന്ന് പറയുന്നത് നല്ലൊരു കല തന്നെയാണ് കേട്ടോ. എത്ര അറിയാൻ മേലാത്തവർക്ക് ഈ രീതി ചെയ്താൽ നന്നായിട്ട് പാർലറിലൊക്കെ പോയി നമ്മൾ സാരി ഉടുക്കുന്ന അതേ രീതിക്ക് ഉടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെയൊന്ന് ഇട്ട് കാണിച്ചതേ ഉള്ളൂ കേട്ടോ. എത്ര സമയമില്ലെങ്കിലും നമ്മൾ സ്ത്രീകൾ ഏത് ഡ്രസ്സ് ഇടുന്നതിൽ ഏറ്റവും ഭംഗി സാരി ഉടുക്കുന്നത് തന്നെയാണല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് വെച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എത്ര അറിയാത്തവർക്കും സാരി ഉടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ ആ മുന്താണിക്ക് ഫ്ലീറ്റ്സ് എടുത്തില്ലേ, അതുപോലെ തന്നെ നമുക്ക് താഴ്വശത്തേക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നല്ലതായിട്ട് ലെയറായിട്ട് കിട്ടുകയും ചെയ്യും.
ഇനിയിപ്പം നെയിൽ പോളിഷിൻ്റെ ഒരു ഹാക്കാണ്. അതായത് നെയിൽ പോളിഷ് നമ്മൾ വാങ്ങിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ചില സമയത്ത് തുറക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൻ്റെ ക്യാപ്പ്. അപ്പോൾ അതിനൊരു ടിപ്പുണ്ട്. നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്ന ഉടൻ തന്നെ ഇതുപോലൊരു റബ്ബർ ബാൻഡ് 1-2 ലെയറായിട്ടൊന്ന് ചുറ്റി അങ്ങ് വെക്കുക. അപ്പം എത്ര നെയിൽ പോളിഷ് ഉണ്ടെങ്കിലും നമ്മൾ ഇതുപോലെ അതിൻ്റെ ക്യാപ്പിൽ ചെയ്ത് വെച്ചാൽ മതി. വളരെ ഈസി ആയിട്ട് നമുക്കിത് തുറന്ന് കിട്ടും. നല്ലൊരു യൂസ്ഫുൾ ടിപ്പാണ് കേട്ടോ. മിക്കവാറും പേർക്ക് നെയിൽ പോളിഷ് യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നെയിൽ പോളിഷ് ഇടുന്നവർക്ക്, ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു ടിപ്പ് യൂസ്ഫുള്ളാകും. ഇനിയിപ്പോൾ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നെയിൽ പോളിഷിൻ്റെ തന്നെ ഒരു ഹാക്കാണ്. നമ്മൾ ഇതുപോലെ നഖത്തിലേക്ക് നമ്മൾ നെയിൽ പോളിഷ് ഇടുമ്പോഴത്തേക്ക് ഇതിൻ്റെ പുറമെയൊക്കെ, അതായത് നഖത്തിൽ നിന്നും പുറമെ നമ്മുടെ സ്കിന്നിലേക്ക് കയറി ചിലപ്പോൾ നമ്മൾ ധൃതി വെച്ചൊക്കെ ഇടുമ്പോൾ വരാറില്ലേ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് ഒന്നുകിൽ ഇതുപോലത്തെ ഒരു ചെറിയ നെയിൽ കട്ടർ എടുക്കുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ നെയിൽ കട്ടർ ഇതുപോലത്തെ ചെറുതില്ലെങ്കിൽ കൂടി നമുക്ക് ഈ തുണിയിലൊക്കെ ഇടുന്ന ക്ലിപ്പില്ലേ, അഴയല്ല പറന്നു പോകാതിരിക്കാൻ, അത്ര ക്ലിപ്പ് ഉണ്ടെങ്കിൽ അതിട്ടാലും മതി. അത് വെച്ചിട്ട് ഇതുപോലെ നമ്മുടെ നഖത്തിൻ്റെ സൈഡിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ട് ഒട്ടും തന്നെ പുറത്താകാതെ നമുക്ക് നെയിൽ പോളിഷ് നമുക്ക് ഇടാനായിട്ട് പറ്റും. ഇത് നല്ലൊരു ടിപ്പാണ്. പ്രത്യേകിച്ച് കോളേജിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികൾക്കൊക്കെ ആണെങ്കിലും നമുക്കാണെങ്കിലും ഈ ഒരു രീതിയിൽ പ്രത്യേകിച്ച് നെയിൽ പോളിഷൊക്കെ ഇടുമ്പോൾ അല്പം സമയം എടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. പെട്ടെന്ന് ധൃതി പിടിച്ചിട്ടാൽ എന്തായാലും പുറത്തൊക്കെ ആകും. അപ്പോൾ ഈ ഒരു രീതി ചെയ്യുകയാണെങ്കിൽ കുറച്ച് ധൃതി വെച്ചാണെങ്കിലും നമുക്ക് എളുപ്പത്തിൽ പുറത്തൊന്നും ആകാതെ നല്ല ഈസി ആയിട്ട് ഇടാനായിട്ട് പറ്റും. ഇനിയിപ്പം നമ്മൾ നെയിൽ പോളിഷ് ഇട്ടിട്ട് പെട്ടെന്ന് ഇതൊന്ന് ഡ്രൈ ആകണമെങ്കിൽ നമ്മൾ ഇതുപോലെ കുറച്ച് വെള്ളത്തിലൊന്ന് കൈ ഡിപ്പ് ചെയ്ത് വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ ഇത് ഉണങ്ങിക്കിട്ടും. ഇത് നല്ലൊരു ടിപ്പാണ്. സമയമൊക്കെ കുറവാണെങ്കിൽ എളുപ്പം ഇത് ഉണങ്ങി കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇനിയിപ്പോൾ അടുത്ത നല്ലൊരു ടിപ്പെന്ന് പറയുന്നത്, ഇത് നമ്മൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് നമുക്ക് വീട്ടുജോലികൾ കഴിഞ്ഞിട്ട് മറ്റൊന്നിനും നേരെയില്ലല്ലോ, നമ്മുടെ കാര്യങ്ങൾ കുറച്ചൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, ഞാൻ യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു ഫേസ് പാക്കാണ് ഹിമാലയയുടെ. ഇതിൽ കുങ്കുമപ്പൂവും മഞ്ഞളും ആണ് ചേർന്നിരിക്കുന്നത്. 100% നാച്ചുറലാണ് കേട്ടോ. ഇത് നമ്മുടെ സ്കിന്നിന് പെട്ടെന്നൊരു ഗ്ലോയും കാര്യങ്ങളും ഒക്കെ തരും. പിന്നെ നല്ലൊരു ഡീപ്പ് ക്ലെൻസറും കൂടിയാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 95 രൂപയാണ് 50 ഗ്രാമിന്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയമില്ലാത്തവർക്ക് പാർലറിലൊന്നും എപ്പോഴും പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഫേസിൽ. അപ്പം പ്രത്യേകിച്ച് ഒരു 35-38 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്കിന്ന് കുറച്ചൊക്കെ നമ്മളൊന്ന് നോക്കണം. അപ്പം കുറച്ച് ഇതുപോലെ ഒരു ഫേസ് പാക്കൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഇത് ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് മാത്രം വെച്ചാൽ മതി നമ്മുടെ ഫേസിൽ. ഇത് ഇടുമ്പം കഴുത്തിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്യണം കേട്ടോ, എന്നാലാണ് കറക്റ്റ് ആ റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അതേ നമ്മൾ ഫേസിലാണെങ്കിലും കഴുത്തിലാണെങ്കിലും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടൊരു 15 മിനിറ്റ് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് വെച്ചാൽ മതി. 15 മിനിറ്റിന് ശേഷം നമ്മൾ വാഷ് ചെയ്താൽ നല്ല അടിപൊളി റിസൾട്ടായിരിക്കും കിട്ടുക. പെട്ടെന്നൊരു ഫംഗ്ഷനൊക്കെ പോകണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് രാവിലെ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. അപ്പം ഇത് ആഴ്ചയിൽ 2-3 തവണ നമുക്ക് ചെയ്യാവുന്നതാണ്. നല്ലൊരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ. നല്ല റിസൾട്ടാണ്, ഞാൻ യൂസ് ചെയ്തിട്ട് പറയുകയാണ്. അപ്പോൾ ഇത് അറിയാത്തവരൊന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കണേ. ഇനിയിപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത്, നമ്മൾ ഷോള് സാരി ഒക്കെ നമ്മളിതുപോലെ നന്നായിട്ട് ഫ്ലീറ്റ്സ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ചുരിദാറിലാണെങ്കിലും സാരി ബ്ലൗസിലാണെങ്കിലും ഒക്കെ ഇങ്ങനെ കുത്തി വയ്ക്കുമല്ലോ. അത് നമ്മൾ പിൻ ചെയ്തിട്ടല്ലേ, അതായത് സേഫ്റ്റി പിൻ വെച്ചിട്ടല്ലേ നമ്മൾ പിൻ ചെയ്ത് ഇങ്ങനെ കുത്തി വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് നമ്മൾ ധൃതി വെച്ച് അതൊന്ന് ഊരാനൊക്കെ ശ്രമിക്കുമ്പം ചിലപ്പം ആ ഒരു തുണിയും കൂടി ഡാമേജ് ആകാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നല്ലൊരു ടിപ്പാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഈ ഒരു ടിപ്പ് മിക്കവർക്കും അറിയായിരിക്കും, എങ്കിലും അറിയാൻ മേലാത്തവർക്ക് യൂസ്ഫുൾ ആവട്ടെ. അപ്പോൾ അതായത് നമ്മൾ ഇതൊരു ചുരിദാറിൻ്റെ ഷോളാണ്. ഇത് നന്നായിട്ട് ഇങ്ങനെ മടക്കി, ഇതുപോലെ തന്നെ നമ്മൾ സാരിയും ഇങ്ങനെ ചെയ്യുമല്ലോ, എന്നിട്ട് പിന്നല്ലേ കുത്തുന്നത്. അപ്പോൾ ഇങ്ങനെ മടക്കിയതിന് ശേഷം നമ്മൾ പിന്ന് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അതിലേക്ക് ഇതുപോലെ ഒരു ചെറിയ ബീഡ്സും കൂടെ നമ്മൾ വെച്ചിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ തുണി ഡാമേജ് ആകാതെ നമ്മൾ എളുപ്പത്തിൽ ഇത് ഊരിയെടുക്കാനും ഒക്കെ പറ്റുകയും ചെയ്യും. പിന്നെ കാണാനും ഭംഗിയായിരിക്കുകയും ചെയ്യും. ഈ ടിപ്പൊക്കെ നമുക്ക് നമ്മുടെ അമ്മമാർക്കും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു ടിപ്പ് തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് സാരിയിലൊക്കെ ഇങ്ങനെ പിൻ ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടായിരിക്കും ഇതിങ്ങനെ ഊരാൻ നോക്കുമ്പോഴത്തേക്കും ഈ ഇടയ്ക്കൂടൊക്കെ കയറിയിട്ട് ഇത് ഊരാൻ മേലാത്ത രീതിയിലാകുന്നത്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ ആ ഒരു പ്രശ്നം വരുന്നുമില്ല, നന്നായിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കണേ അറിയാത്തവർ. ഇനിയിപ്പോൾ അടുത്തൊരു ഹാക്ക് എന്ന് പറയുന്നത്, നമ്മുടെ ഹെയർ നരയ്ക്കുന്നത് ഇപ്പം പ്രായഭേദം തന്നെ എല്ലാവർക്കും വരുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ അതിന് നല്ലൊരു പരിഹാരം, നമ്മൾ ഇങ്ങനെ കെമിക്കൽസ് അടങ്ങിയ ഹെയർ ഡേ ഒക്കെ എപ്പോഴും വാരി തേക്കാതെ ഈവൻ ടോൺ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് കേട്ടോ. ഇത് നമുക്ക് പെട്ടെന്ന് ഹെയറിനൊരു പെർമനൻറ്റ് കളർ കൊടുക്കുന്നതാണ്. ബ്ലാക്കാണ് ഞാനിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത്. ഒരു 35 കഴിഞ്ഞാൽ മിക്കവരുടെയും മുടി നരച്ചിട്ടുണ്ടാകും. ഇത് നമ്മുടെ അമ്മമാർക്കും വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് വാങ്ങിച്ചിട്ട് മമ്മിയും യൂസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് മുടിയിലേക്കൊന്ന് നമുക്ക് ടച്ച് ചെയ്താൽ മതി. ഇതിൻ്റെ പല കളർ ഷെയ്ഡ് കിട്ടും കേട്ടോ, ബ്രൗണ്, ഗ്രേ, ബ്ലാക്ക്, അങ്ങനെ പലതുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ബ്ലാക്കാണ് വാങ്ങി മമ്മിയൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതറിയാൻ മേലാത്തവർക്ക് യൂസ്ഫുൾ ആകാനായിട്ടൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഇല്ലാതെ എപ്പോഴും ഹെയർ ഡേ ഒന്നും നമ്മൾ വാരിത്തേക്കേണ്ട. അത് നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാടുണ്ടാക്കും. ഹെയർ ഡേ കിഡ്നിക്കും ലങ്സിനും ഒക്കെ ഒരുപാട് പ്രോബ്ലംസ് വരും. അപ്പോൾ ഇതാകുമ്പം ജസ്റ്റ് നമ്മളൊന്ന് ടച്ച് ചെയ്തിട്ട് നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ ഹെയർ വാഷ് ചെയ്യുമ്പോൾ അങ്ങ് പൊക്കോളുകയും ചെയ്യും.
ഇത് 75 ഗ്രാമിന് 210 രൂപയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അറിയാൻ മേലാത്തവർക്ക് യൂസ്ഫുൾ ആകട്ടെ. അപ്പോൾ നമ്മൾ ഒരുപാട് കെമിക്കൽസ് അടങ്ങിയ ഹെയർ ഡേ ഒന്നും വാങ്ങി യൂസ് ചെയ്യാതെ ഇത് അമോണിയ ഫ്രീ ആണ് കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു ഗുണമെന്നും കൂടി പറയുന്നത്. ഇത് ഓൺലൈനായിട്ടും വാങ്ങാൻ കിട്ടും, നമ്മുടെ സാധാരണ സ്റ്റേഷനറി കടകളിലും കിട്ടുന്നതാണ്. അപ്പോൾ ഒന്ന് അന്വേഷിച്ച് നോക്കുക. ഇനിയിപ്പോൾ അടുത്തൊരു ഹാക്ക് എന്ന് പറയുന്നത്, നമ്മൾ വളയൊക്കെ അല്പം നമ്മുടെ അളവിന് പറ്റാത്ത വളയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇടാനായിട്ട് കുറച്ചധികം ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ വള ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടി അത് ഇടേണ്ടേയും വരും. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലാതാകാനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഗ്ലൗസ് പ്ലാസ്റ്റിക്കിൻ്റെ കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഇടുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ വള നമുക്ക് ഇടാനായിട്ട് പറ്റും. അപ്പം ഇതിന് പകരം ഈ കൂടൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഇങ്ങനെ ഓരോന്നൊക്കെ വാങ്ങിക്കുന്ന ഷിമ്മി കൂടുകൾ, അങ്ങനത്തെ വെച്ചിട്ട് ഇടാവുമെന്ന് നോക്കി. അതാകുമ്പോൾ ഒരുപാട് ഇങ്ങനെ ചുരുക്കിയൊക്കെ വെക്കേണ്ടി വരും. ഈ ഒരു ഗ്ലൗസ് ആകുമ്പോൾ ആ ഒരു പ്രശ്നമില്ല. അതുപോലെ തന്നെ തിരിച്ച് വള ഊരാനും വളരെ എളുപ്പമാണ് ഇതുപോലത്തെ ഗ്ലൗസ് ആകുമ്പോഴത്തേക്കും. അപ്പോൾ അറിയാൻ മേലാത്തവർ ഈ ഒരു ടിപ്പും കൂടെ യൂസ് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് സ്ത്രീകൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആപ്പ് പരിചയപ്പെടാം. നമ്മുടെ റിങ്ങും അതുപോലെ തന്നെ ബാംഗിൾസും ഒക്കെ നമുക്ക് കറക്റ്റ് അളവിൽ ഓൺലൈനായിട്ടൊക്കെ വാങ്ങാനും അതുപോലെ തന്നെ ഗിഫ്റ്റായിട്ടൊക്കെ ആരെങ്കിലും തരുന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് നമ്മുടെ സൈസ് പറഞ്ഞു കൊടുക്കാനും പറ്റിയിട്ടുള്ള നല്ലൊരു ആപ്പാണ് ഇത്. റിംഗ് സൈസർ ആപ്പാണ് ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിന് ബാംഗിൾ സൈസ് ആപ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 ആപ്പും ഉണ്ട്. അപ്പോൾ ഞാൻ റിംഗ് സൈസ് ആപ്പ് എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ഗൂഗിളിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതാണ് കേട്ടോ. പ്ലേ സ്റ്റോറിൽ ചെന്നാലും മതി. അങ്ങനെ ചെയ്തിട്ട് നമ്മുടെ റിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ശേഷം നമുക്ക് ഇതിൻ്റെ സൈസ് കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും ഇത് ഈ ഒരു വലുപ്പത്തിലായി കിട്ടും. നമ്മുടെ കറക്റ്റ് റിങ്ങിൻ്റെയും ബാംഗിളിൻ്റെയും ഒക്കെ വലുപ്പത്തിലായി കിട്ടും. അപ്പോൾ എൻ്റെ ഇതിപ്പോൾ 17 സംതിങ് ആണ് ഈ റിങ്ങിൻ്റെ ആ ഒരു സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈസിൽ നമുക്ക് ഓൺലൈനായിട്ട് റിങ്സൊക്കെ വാങ്ങണമെങ്കിൽ വാങ്ങാം. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ലേഡീസിനെല്ലാം യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സുഖമായിട്ടിരിക്കുക.